ഹലോ എവ്രി വൺ, വെൽക്കം ടു ഹൈഡ്രജൻ അക്കാഡമി. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പീരിയോഡിക് പ്രോപ്പർട്ടീസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് 10th 5 ഡിഫറെൻറ്റ് പീരിയോഡിക് പ്രോപ്പർട്ടീസ് ആണ് പഠിക്കാനുള്ളത്. അറ്റോമിക് സൈസ്, മെറ്റാലിക് ഓർ നോൺ മെറ്റാലിക് ക്യാരക്ടർ, അയനൈസേഷൻ പൊട്ടൻഷ്യൽ, ഇലക്ട്രോൺ അഫിനിറ്റി, ഇലക്ട്രോനെഗറ്റിവിറ്റി, ഇത്രയും പീരിയോഡിക് പ്രോപ്പർട്ടീസ് ആണ് പഠിക്കാനുള്ളത്. ഇതിൽ നമ്മൾ ഇന്ന് അറ്റോമിക് സൈസ് എന്ന് പറയുന്ന പീരിയോഡിക് പ്രോപ്പർട്ടിയാണ് പഠിക്കുന്നത്. അറ്റോമിക് സൈസ് എന്താണ്, അറ്റോമിക് സൈസിൻ്റെ ട്രെൻഡ്, ഒരു ഗ്രൂപ്പിലും പീരീഡിലും അറ്റോമിക് സൈസിൻ്റെ ട്രെൻഡ് എങ്ങനെയായിരിക്കും, ഇൻക്രീസ് ചെയ്യുവാണോ ഡിക്രീസ് ചെയ്യുവാണോ, അതേ കണക്ക് തന്നെ ഒരു കാറ്റയോൺ ഒരു ആനിയോൺ തന്നാൽ അതിൻ്റെ അറ്റോമിക് സൈസ് എങ്ങനെയായിരിക്കും, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത്. ഫസ്റ്റ് നമുക്കൊരു പീരിയോഡിക് പ്രോപ്പർട്ടി എന്താണെന്ന് നോക്കാം. Properties that reappear at regular intervals or in which there is a gradual variation, increase or decrease at regular intervals. Okay, അപ്പോൾ പീരിയോഡിക് എന്നൊരു ടേം തന്നെ എന്താണ് പറയുന്നത്? പീരിയോഡിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ റിപ്പീറ്റിംഗ് അറ്റ് റെഗുലർ ഇൻ്റർവെൽസ് എന്നാണ്. ഓക്കെ, റിപ്പീറ്റിംഗ് അറ്റ് റെഗുലർ ഇൻ്റർവെൽസ്. അപ്പം നമ്മൾ ഇമാജിൻ ചെയ്യാം, നമ്മളിപ്പം ആൽഫബറ്റ്സ് എ ബി സി ഡി, ഇ എഫ് ജി എച്ച് ഐ ജെ കെ എൽ, ഇത്ര ആൽഫബറ്റ്സ് നമ്മളിങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. അപ്പം നോക്കിയേ, ഈ എ കഴിഞ്ഞിട്ട് ബി സി ഡി കഴിഞ്ഞ് ഇ എന്ന് പറയുന്നത് ഒരു 3 എണ്ണം കഴിഞ്ഞിട്ട് നാലാമത് വരുന്നത് എന്ത് ചെയ്യുന്നു? എയുടെ അതേപോലത്തെ ഉള്ള പ്രോപ്പർട്ടീസ്, ജസ്റ്റ് ഒരു ഇമാജിനേഷൻ പറയുകയാണ്, എയുടെ അതേപോലത്തെ പ്രോപ്പർട്ടികളൊക്കെ റിപ്പീറ്റ് ചെയ്ത് അത് സിമിലറായിട്ട് കാണിക്കുക. ഓക്കെ, എയുടെ പ്രോപ്പർട്ടീസിനോട് ഈ എന്ത് ചെയ്യുക? റിസംബ്ലൻസ് കാണിക്കുന്നു. അങ്ങനെയുള്ള പ്രോപ്പർട്ടീസ്, അതായത് ഒരു റെഗുലർ ഇൻ്റർവെൽ കഴിയുമ്പോൾ ഇപ്പം അത് കണക്ക് നോക്കിക്കേ, എഫ് ജി എച്ച് ഐ എത്തുമ്പോൾ എന്ത് ചെയ്യും? ഈ ഇയുടെ പ്രോപ്പർട്ടീസ് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കാണിക്കും. ഒരു ഈ 3 എണ്ണം കഴിഞ്ഞ് വരുന്നത് നാലാമത്തതും, ഇവിടെ 3 കഴിഞ്ഞ് വരുന്നത് നാലാമത്തതും എന്ത് ചെയ്യുന്നു? പ്രോപ്പർട്ടീസ് റിപ്പീറ്റ് ചെയ്ത് കാണിക്കുന്നു, റിസംബ്ലൻസ് കാണിക്കുന്നു. ഇങ്ങനെയുള്ള പ്രോപ്പർട്ടീസ്. അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ എ ടു ബി പോകുമ്പോൾ ഇപ്പോൾ ഒരു പ്രോപ്പർട്ടി എടുക്കുക, അറ്റോമിക് സൈസ് എന്നൊരു പ്രോപ്പർട്ടി എടുത്താൽ അത് റെഗുലറായിട്ടുള്ള ഇൻക്രീസ് കാണിക്കുന്നു. ഓക്കെ, ഗ്രാജുവലി അത് ഇൻക്രീസ് ചെയ്ത് വരുന്നു. അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി എടുത്താൽ അത് ഡിക്രീസ് ചെയ്ത് വരുന്നു. അതായത് ഒരു പർട്ടിക്കുലർ ഇൻ്റർവെല്ലിൽ ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി ഇൻക്രീസ് ഓർ ഡിക്രീസ് ചെയ്ത് വരിക. അല്ലെങ്കിൽ ഒരു റെഗുലർ ഇൻ്റർവെൽ കഴിയുമ്പോഴത്തേക്കും പ്രോപ്പർട്ടീസ് റീഅപ്പിയർ ചെയ്യുക മീൻസ് അതിൻ്റെ തൊട്ട് മുന്നേ ഉള്ള ഇൻ്റർവെല്ലിൽ ഉണ്ടായിരുന്നതുമായിട്ട് സിമിലാരിറ്റീസ് കാണിക്കുക. ഇങ്ങനെയുള്ള പ്രോപ്പർട്ടീസിനെയാണ് എന്തെന്ന് പറയുന്നത്? പീരിയോഡിക് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. മീൻസ് റിപ്പീറ്റിംഗ് അറ്റ് റെഗുലർ ഇൻ്റർവെൽസ് ഓർ shows a gradual variation, increase or decrease at regular intervals. ഇങ്ങനെയുള്ള പ്രോപ്പർട്ടീസിനെയാണ് പീരിയോഡിക് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. നമുക്കിവിടെ മെയിൻലി 5 ഡിഫറെൻറ്റ് പീരിയോഡിക് പ്രോപ്പർട്ടീസ് ആണ് പഠിക്കാനുള്ളത്. അറ്റോമിക് സൈസ്, മെറ്റാലിക് ഓർ നോൺ മെറ്റാലിക് ക്യാരക്ടർ, അയനൈസേഷൻ പൊട്ടൻഷ്യൽ, ഇലക്ട്രോൺ അഫിനിറ്റി ആൻഡ് ഇലക്ട്രോനെഗറ്റിവിറ്റി. ഈ ചാപ്റ്ററിൽ ഇത്രയും പീരിയോഡിക് പ്രോപ്പർട്ടീസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് ഇന്ന് അറ്റോമിക് സൈസ് എന്ന പീരിയോഡിക് പ്രോപ്പർട്ടി പഠിക്കാം. നമുക്ക് ഫസ്റ്റ് അറ്റോമിക് സൈസ് എന്താണെന്ന് നോക്കാം. അറ്റോമിക് സൈസ് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സെൻറ്റർ ഓഫ് ന്യൂക്ലിയസ് ഓഫ് ആൻ ആറ്റം ആൻഡ് ഇറ്റ്സ് ഔട്ടർ മോസ്റ്റ് ഷെൽ. ഒരു ആറ്റം നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിന് മെയിൻലി ഏതൊക്കെ പാർട്സ് ആണുള്ളത്? സെൻറ്ററിൽ ഒരു ന്യൂക്ലിയസ് ഉണ്ടാവും, ആ ന്യൂക്ലിയസിന് ചുറ്റും ഷെൽസ് ഉണ്ടാവും അല്ലേ. അപ്പം ആ ന്യൂക്ലിയസ്, ഒരു ആറ്റം എടുത്താൽ അതിൻ്റെ ന്യൂക്ലിയസിൻ്റെ സെൻട്രൽ പോർഷൻ തൊട്ട് അതിന് ഔട്ടർ മോസ്റ്റ് ആയിട്ടുള്ള ഷെല്ല് വരെയുള്ള ഡിസ്റ്റൻസ്, അതിനെയാണ് നമ്മൾ അറ്റോമിക് സൈസ്, ഒരു ആറ്റത്തിൻ്റെ അറ്റോമിക് സൈസ് അല്ലെന്നുണ്ടെങ്കിൽ അറ്റോമിക് റേഡിയായി എന്ന് വിളിക്കുന്നത്. അറ്റോമിക് റേഡിയായി. ഓക്കെ, distance between center of the nucleus and the outermost shell of an atom is called the atomic size. ഞാൻ അറ്റോമിക് സൈസ് എന്ന് പറയുന്നത്. അപ്പം അറ്റോമിക് സൈസ്, ഒരു ആറ്റത്തിൻ്റെ അറ്റോമിക് സൈസിനെ അഫക്റ്റ് ചെയ്യുന്ന മെയിൻ ആയിട്ടുള്ള ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് ഷെൽസ്, ഒരു ആറ്റത്തിൽ എത്ര നമ്പർ ഓഫ് ഷെൽസ് ഉണ്ട്, അതിൻ്റെ ന്യൂക്ലിയർ ചാർജ് എന്താണ്, ഇതൊക്കെയാണ് എന്തെന്ന് പറയുന്നത്? ഒരു അറ്റോമിക് സൈസിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഒരു ആറ്റത്തിനകത്ത് നമ്പർ ഓഫ് ഷെൽസ് ഇൻക്രീസ് ചെയ്യുന്നു. നമ്പർ ഓഫ് ഷെൽസ് ഇൻക്രീസ് ചെയ്താൽ എന്ത് ചെയ്യും? നമ്പർ ഓഫ് ഷെൽസ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ നാച്ചുറലി എന്ത് ചെയ്യും? അറ്റോമിക് സൈസ് ഇൻക്രീസ് ചെയ്യും. ഷെല്ലിൻ്റെ നമ്പർ കൂടുമ്പോൾ അറ്റോമിക് സൈസ് കൂടും. ഇപ്പോൾ നമ്മളൊരു ആറ്റം എടുത്തു, അതിൽ ഒരു ഷെല്ലേ ഉള്ളെങ്കിൽ ഇത്ര ഉള്ളൂ അല്ലേ. 2 ഷെൽസ് ഉണ്ടെങ്കിൽ എന്താവും? ഒന്നും കൂടി വലുതാവും. 3 ഷെൽസ് ഉണ്ടെങ്കിൽ എന്തായിരിക്കും? ഒന്നും കൂടി അതിന് സൈസ് കൂടുതലായിരിക്കും. നമ്പർ ഓഫ് ഷെൽസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ അറ്റത്തിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്യും. ഈ ന്യൂക്ലിയർ ചാർജ് എന്ന് പറഞ്ഞാൽ എന്താണ്?
ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിലുള്ള ചാർജ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? അത് ന്യൂക്ലിയസിലുള്ള പാർട്ടിക്കിൾസ്, പ്രോട്ടോൺസ്, ന്യൂട്രോൺസ് അല്ലേ. അപ്പോൾ ന്യൂട്രോൺസ് ചാർജ്ലെസ് ആണ്, പ്രോട്ടോൺസിനാണ് ചാർജ് ഉള്ളത്. പ്രോട്ടോൺസിന് എന്ത് ചാർജാണ് ഉള്ളത്? പോസിറ്റീവ് ചാർജാണുള്ളത്. ഓക്കെ, അപ്പം ചാർജ് പാർട്ടിക്കിളായിട്ടുള്ള പ്രോട്ടോണിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ന്യൂക്ലിയസിൻ്റെ ചാർജ് ഇരിക്കുന്നത്. നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് എന്ത് ചെയ്യും? ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഒരു ആറ്റത്തിൻ്റെ ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്താൽ എന്താ ചെയ്യുന്നത്? ന്യൂക്ലിയസിന് ചാർജ് കൂടുമ്പം അതിന് ചാർജ് കൂടുമ്പോൾ ഇലക്ട്രോണിനുള്ള അട്രാക്ഷനും എന്ത് ചെയ്യും? കൂടും അല്ലേ. പോസിറ്റീവിന് നെഗറ്റീവിനോടുള്ള അട്രാക്ഷൻ കൂടും. അപ്പം അത് ചുറ്റുമുള്ള ഷെൽസിലുള്ള ഇലക്ട്രോൺസിനോടുള്ള അട്രാക്ഷൻ കൂടിയിട്ട് അതിനെ കൂടുതൽ ന്യൂക്ലിയസിന് അടുത്തോട്ട് അട്രാക്റ്റ് ചെയ്ത് നിർത്തും. അങ്ങനെ അട്രാക്റ്റ് ചെയ്ത് നിർത്തുമ്പോൾ എന്ത് ചെയ്യും? ന്യൂക്ലിയസിനോട് കൂടുതൽ ക്ലോസ് ആയിട്ടായിരിക്കും ഷെൽസുകളെല്ലാം ഇരിക്കുന്നത്. ഔട്ടർമോസ്റ്റ് ഷെല്ലും ന്യൂക്ലിയസിനോട് വളരെ ക്ലോസ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. സോ സൈസ് ഓഫ് ദ ആറ്റം എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. ഓക്കെ, ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്താൽ സൈസ് നോർമലി എന്താണ് ചെയ്യുന്നത്? ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ ഫാക്ടേഴ്സ് യൂസ് ചെയ്തിട്ട് എങ്ങനെയായിരിക്കും ഒരു ആറ്റത്തിൻ്റെ സൈസ് അക്രോസ് എ പീരീഡും ഡൗൺ എ ഗ്രൂപ്പും എങ്ങനെയായിരിക്കും നോക്കാം. ഫസ്റ്റ് നമുക്കൊരു അക്രോസ് എ പീരീഡ് ഉള്ള ട്രെൻഡ് നോക്കാം. അറ്റോമിക് സൈസ് ഡിക്രീസസ് അക്രോസ് എ പീരീഡ്. ഒരു പീരീഡ് എടുക്കുകയാണെങ്കിൽ, പീരീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളൊരു പീരിയോഡിക് ടേബിൾ എടുത്തു കഴിഞ്ഞാൽ അതിലുള്ള ഹൊറിസോണ്ടലായിട്ടുള്ള റോസ് ഇങ്ങനെ കാണപ്പെടുന്നത്, ഇങ്ങനെയുള്ള ഹൊറിസോണ്ടൽ റോസിനെയാണ് എന്തെന്ന് പറയുന്നത്? പീരീഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആ പീരീഡിൽ എങ്ങനെയായിരിക്കും അറ്റോമിക് സൈസ് ഡിക്രീസ് ചെയ്യുമായിരിക്കും ചെയ്യുന്നത്. അപ്പം ഒരു പീരീഡിലോട്ട് നമ്മൾ ഒരു പീരീഡ് എടുക്കുന്ന സമയത്ത് എങ്ങനെയായിരിക്കും? അതിനകത്ത് ഒരു പീരീഡിൽ പെടുന്ന എല്ലാ എലമെൻസിൻ്റെയും അല്ലെങ്കിൽ ആറ്റത്തിൻ്റെയും ഷെൽ നമ്പർ സെയിം ആയിരിക്കും. ഷെൽ നമ്പർ റിമൈൻസ് ദ സെയിം ആയിരിക്കും അക്രോസ് എ പീരീഡ്. ഒരു പീരീഡിൽ ഷെൽ നമ്പർ സെയിം ആയിരിക്കും. സോ ഷെൽ നമ്പർ വെച്ചിട്ട് നമുക്ക് ആറ്റത്തിൻ്റെ സൈസിൻ്റെ ട്രെൻഡ് പറയാൻ പറ്റത്തില്ല അല്ലേ. എല്ലാത്തിലും സെയിം നമ്പർ ഓഫ് ഷെൽസ് തന്നെയാണ്. സോ ഷെൽ നമ്പർ ഇൻക്രീസ് ചെയ്യുമായിരുന്നെങ്കിൽ എന്തായിരുന്നു? ആറ്റത്തിൻ്റെ സൈസ് കൂടുമെന്ന് പറയാം. ഇനി നമ്മൾ ന്യൂക്ലിയർ ചാർജ് എടുത്ത് നോക്കിക്കേ. ന്യൂക്ലിയർ ചാർജ് നോക്കിക്കഴിഞ്ഞാൽ നമ്മളിപ്പം ഒരു പീരീഡ് എടുക്കാം. ഫോർ എക്സാമ്പിൾ നമുക്ക് സെക്കൻഡ് പീരീഡ് എടുക്കാം. സെക്കൻഡ് പീരീഡിൽ വരുന്ന എലമെൻറ്റ്സ് ആണ് ലിഥിയം, ബെർലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ ആൻഡ് നിയോൺ. ഇത്രയുമാണ് സെക്കൻഡ് പീരീഡിൽ വരുന്ന എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പം ഇതിൽ നോക്കിയാൽ ലിഥിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 3, ബെർലിയം 4, ബോറോൺ 5, കാർബൺ 6, നൈട്രജൻ 7, ഓക്സിജൻ 8, ഫ്ലൂറിൻ 9, നിയോൺ 10. ഇവരുടെ എല്ലാം ഷെൽ നമ്പർ എന്തായിരിക്കും? ഇവരുടെ എല്ലാം ഷെൽ നമ്പർ 2 ആയിരിക്കും. ഓക്കെ, ഷെൽ നമ്പർ സെയിം ആയിരിക്കും. ഒരേ പീരീഡിൽ പെട്ട ആറ്റങ്ങളുടെ ഷെൽ നമ്പർ എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. സോ ഇവിടെ പീരീഡ് 2 ആയതുകൊണ്ട് അവരുടെ എല്ലാം ഷെൽ നമ്പർ 2 ആയിരിക്കും. ഈ ന്യൂക്ലിയർ ചാർജ് എടുക്കുകയാണെങ്കിൽ ഇപ്പം ലിഥിയത്തിനകത്ത് അറ്റോമിക് നമ്പർ 3 ആണ് അല്ലേ. അറ്റോമിക് നമ്പർ എന്തിന് ഈക്വൽ ആയിരിക്കും? നമ്പർ ഓഫ് പ്രോട്ടോണിന് ഈക്വൽ ആയിരിക്കും. സോ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ലിഥിയത്തിൽ 3 ആയിരിക്കും. ബെർലിയത്തിലോട്ട് പോകുമ്പോൾ നോക്കിക്കേ, അറ്റോമിക് നമ്പർ 4. സോ നമ്പർ ഓഫ് പ്രോട്ടോൺസ് എന്തായത്? 4 ആണ്. അപ്പം ലിഥിയത്തെക്കാളും നമ്പർ ഓഫ് പ്രോട്ടോൺസ് കൂടുതലാണ്. നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഇൻക്രീസ് ചെയ്താൽ എന്ത് ചെയ്യും? ന്യൂക്ലിയർ ചാർജും ഇൻക്രീസ് ചെയ്യും. ഓക്കെ, സോ ലിഥിയത്തിൽ നിന്ന് ബെർലിയത്തിലോട്ട് പോകുമ്പോൾ ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്തു. ബെർലിയത്തിൽ നിന്ന് ബോറോണിൽ പോകുമ്പോൾ വീണ്ടും പ്രോട്ടോൺ കൂടി, 5 പ്രോട്ടോൺസ് ആയി. സോ വീണ്ടും ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്തു. ഇനി കാർബണിലോട്ട് പോകുമ്പോൾ എന്ത് പറ്റും? വീണ്ടും ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്ത്. റീസൺ എന്താണ്? നമ്പർ ഓഫ് പ്രോട്ടോൺസ് 6 ആണല്ലേ. സോ ന്യൂക്ലിയർ ചാർജ് വീണ്ടും ഇൻക്രീസ് ചെയ്തു. നൈട്രജനിൽ പോകുമ്പോൾ വീണ്ടും ഇൻക്രീസ് ചെയ്തു. അങ്ങനെ അപ് ടു നിയോൺ വരെ എന്ത് ചെയ്യും? ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത് അക്രോസ് എ പീരീഡിൽ. ഓക്കെ, അപ്പോൾ നമ്മൾ പീരീഡ് 2 എടുക്കാമെങ്കിൽ ലിഥിയം, ബെർലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ, നിയോൺ. പീരീഡ് 2-ൽ പെടുന്ന എലമെൻറ്റ്സ് ഇത്രയാണ്. ഇവരുടെ ഷെൽ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ആയിരിക്കും. എല്ലാവരുടെയും ഷെൽ നമ്പർ 2 തന്നെയാണ്. പീരീഡ് 2 ആയതുകൊണ്ട് ഷെൽ നമ്പർ 2. പക്ഷേ ന്യൂക്ലിയർ ചാർജ് എങ്ങനെയായിരിക്കും? ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യുമായിരിക്കും. ഫ്രം ലിഥിയം ടു നിയോൺ അറ്റോമിക് നമ്പർ ഇൻക്രീസ് ചെയ്യുന്നു. അറ്റോമിക് നമ്പർ ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഇൻക്രീസ് ചെയ്യും. ഓക്കെ, അറ്റോമിക് നമ്പർ ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഇൻക്രീസ് ചെയ്യും. സോ ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യും. സിമിലർ തന്നെ ആയിരിക്കും. പീരീഡ് 3 വരുമ്പോൾ എന്തായിരിക്കും? ഷെൽ നമ്പർ 3 ആയിരിക്കും. ഷെൽ നമ്പർ എല്ലാവർക്കും 3 തന്നെ ആയിരിക്കും, സെയിം തന്നെ ആയിരിക്കും. എന്ത് ചെയ്യും? ന്യൂക്ലിയർ ചാർജ് സോഡിയത്തിൽ നമ്മൾ ആർഗണിലോട്ട് പോകുന്ന സമയത്ത് അറ്റോമിക് നമ്പർ ഇൻക്രീസ് ചെയ്യും, പ്രോട്ടോൺ നമ്പർ ഇപ്പം ഇൻക്രീസ് ചെയ്യും, ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യും. ഓക്കെ,
അപ്പോൾ ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്താ വരും? ഇപ്പോൾ നമ്മളിപ്പോൾ ലിഥിയം നോക്കിയാൽ ലിഥിയം അറ്റോമിക് നമ്പർ 3, ബെർലിയം 4, ബോറോൺ 5, കാർബൺ 6, നൈട്രജൻ 7, ഓക്സിജൻ 8, ഫ്ലൂറിൻ 9, നിയോൺ 10. അപ്പോൾ എന്താണ്? ലിഥിയം ടു നിയോൺ പോകുന്ന സമയത്ത് അറ്റോമിക് നമ്പർ ഇൻക്രീസ് ചെയ്യുന്നതുകൊണ്ട് നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഇൻക്രീസ് ചെയ്യാണ്, ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യണം. അങ്ങനെ ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്താ പറ്റുക? ഇവർക്ക് എല്ലാവർക്കും ഔട്ടർ മോസ്റ്റ് ഷെൽ എന്ന് പറയുന്നത് സെക്കൻഡ് ഷെല്ലാണ്. അപ്പോൾ നമ്പർ ഓഫ് ഷെൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ആണ്. ഓക്കെ, പക്ഷേ എന്ത് ചെയ്യുന്നുണ്ട്? നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഇൻക്രീസ് ചെയ്ത് വരുന്നുണ്ട് അല്ലേ? നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, ന്യൂക്ലിയർ ചാർജ് കൂടുന്നുണ്ട്. ഇങ്ങനെ ന്യൂക്ലിയർ ചാർജ് കൂടുമ്പോൾ എന്താ പറ്റുക? ന്യൂക്ലിയർ ചാർജ് കൂടുമ്പോൾ പോസിറ്റീവ് ചാർജ് ഇൻക്രീസ് ചെയ്യുമ്പോൾ അതിന് നെഗറ്റീവ് ചാർജിലുള്ള ഇലക്ട്രോൺസിനോട് അട്രാക്ഷൻ കൂടി വരും അല്ലേ? പോസിറ്റീവ് ചാർജ് ഇൻക്രീസ് ചെയ്യുമ്പോൾ നെഗറ്റീവ് ചാർജിനെ അത് കൂടുതലായിട്ട് അട്രാക്റ്റ് ചെയ്യും. അങ്ങനെ അട്രാക്റ്റ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസിന് ന്യൂക്ലിയസ് അതിനടുത്തോട്ട് പുള്ള് ചെയ്യും. അങ്ങനെ പുള്ള് ചെയ്യുമ്പോൾ ഔട്ടർ മോസ്റ്റ് ഷെൽ എന്ത് ചെയ്യും? ന്യൂക്ലിയസിന് വളരെ ക്ലോസ് ആയിട്ട് വരും. ന്യൂക്ലിയസിന് ക്ലോസ് ആയിട്ട് വരുന്ന സമയത്ത് എന്ത് ചെയ്യും? ആറ്റത്തിൻ്റെ സൈസ് കുറയും. ഓക്കെ, അപ്പം ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ന്യൂക്ലിയർ ചാർജ് കൂടുന്ന സമയത്ത് എന്ത് ചെയ്യും? അട്രാക്ഷൻ ടുവേർഡ്സ് ഇലക്ട്രോണിനോടുള്ള അട്രാക്ഷൻ ഇൻക്രീസ് ചെയ്യും ന്യൂക്ലിയസിന്. അങ്ങനെ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇലക്ട്രോൺസിനെ ന്യൂക്ലിയസ് എന്ത് ചെയ്യും? ന്യൂക്ലിയസിനടുത്തോട്ട് കൂടുതലായിട്ട് പുള്ള് ചെയ്ത് നിർത്തും. അങ്ങനെ പുള്ള് ചെയ്ത് നിർത്തുമ്പോൾ ഔട്ടർ മോസ്റ്റ് ഷെല്ല് ഉള്ള ഇലക്ട്രോൺസിനെ പുള്ള് ചെയ്ത് നിർത്തുമ്പോൾ എന്ത് പറ്റും? ഔട്ടർ മോസ്റ്റ് ഷെല്ല് ന്യൂക്ലിയസിനോട് കൂടുതൽ ക്ലോസർ ആയിട്ട് വരും. അങ്ങനെ ക്ലോസർ ആയിട്ട് വരുമ്പോൾ എന്ത് ചെയ്യും? ആറ്റത്തിൻ്റെ സൈസ് ഡിക്രീസ് ചെയ്യും. അപ്പോൾ ഇവിടെ നോക്കിക്കേ, നമ്മൾ ലിഥിയം എല്ലാവർക്കും 2 ഷെൽസ് അല്ലേ? ലിഥിയത്തിൽ നിന്ന് ഫ്ലൂറിലോട്ട് പോകുന്ന സമയത്ത് ഔട്ടർ മോസ്റ്റ് ഷെല്ലെന്ന് പറയുന്നത് എല്ലാവരിലും 2 തന്നെയാണ്. ഇവിടെ എന്താ ഇൻക്രീസ് ചെയ്യുന്നത്? നമ്പർ ഓഫ് പ്രോട്ടോൺസ് ലിഥിയം ടു ഫ്ലൂറിൻ ഇൻക്രീസ് ചെയ്ത് വരുന്നുണ്ട്. ഇങ്ങനെ പ്രോട്ടോണിൻ്റെ നമ്പർ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് എന്ത് പറ്റും? ന്യൂക്ലിയസിന് എന്ത് ചെയ്യും? ഇലക്ട്രോണിനോട് അട്രാക്ഷൻ കൂടിയിട്ട്, ഇപ്പം ഫസ്റ്റ് ഷെല്ലിൽ നോക്കിക്കേ, ഫസ്റ്റ് ലിഥിയം എടുത്തു കഴിഞ്ഞാൽ ലിഥിയത്തിൻ്റെ കേസിൽ ഒരു ഇലക്ട്രോണേ ഉള്ളൂ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ. പ്രോട്ടോൺ നമ്പറും കുറവാണ്. അപ്പോൾ അവിടെയുള്ള അട്രാക്ഷൻ എന്താണ്? അത്രയും ഉണ്ടാവില്ല. ഓക്കെ, അട്രാക്ഷൻ കുറവായിരിക്കും. അതേസമയം ബെർലിയത്തിലോട്ട് വരുമ്പം വീണ്ടും പ്രോട്ടോൺ നമ്പർ കൂടി, ഇലക്ട്രോൺസും അതേ കണക്ക് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ കൂടി. സോ അട്രാക്ഷൻ ബിറ്റ്വീൻ ന്യൂക്ലിയസ് ആൻഡ് ഇലക്ട്രോൺസ് എന്തായിരിക്കും? കൂടുതലായിരിക്കും അല്ലേ? ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇലക്ട്രോണിനെ അത് കൂടുതലായിട്ട് അട്രാക്ട് ചെയ്തിട്ട് ബെർലിയത്തിൻ്റെ സൈസ് കുറച്ചും കൂടി കുറവായിരിക്കും ലിഥിയത്തിനേക്കാളിലും. ബോറോണി വരുമ്പോൾ വീണ്ടും പ്രോട്ടോൺസ് കൂടി ഇലക്ട്രോൺസും കൂടി. സോ വീണ്ടും എന്താണ്? അട്രാക്ഷൻ കൂടും ന്യൂക്ലിയസും ഇലക്ട്രോൺസും തമ്മിൽ. അപ്പോൾ എന്ത് ചെയ്യും? ഇലക്ട്രോൺസിനെ ന്യൂക്ലിയസ് അതിൻ്റെ അടുത്തോട്ട് കൂടുതലായിട്ട് പുള്ള് ചെയ്ത് നിർത്തും. സോ പുള്ള് ചെയ്ത് നിർത്തുമ്പോഴത്തേക്കും ഔട്ടർ മോസ്റ്റ് ഷെല്ല് ന്യൂക്ലിയസിന് കൂടുതൽ ക്ലോസ് ആവും. അപ്പം വീണ്ടും സൈസ് കുറഞ്ഞു. അങ്ങനെ അപ് ടു ഫ്ലൂറിൻ വരെ എന്ത് ചെയ്യും? അറ്റോമിക് സൈസ് കുറഞ്ഞാണ് വരുന്നത് അല്ലേ? ഡിക്രീസ് ചെയ്താണ് വരുന്നത്. അപ്പം ഇവിടെ നമ്മൾ പറഞ്ഞ് ഈ ഫ്ലൂറിൻ കഴിഞ്ഞിട്ട് നിയോൺ എന്ന് പറഞ്ഞിട്ടൊരു എലമെൻറ്റും കൂടി ഉണ്ട് അല്ലെ? ആറ്റവും കൂടി ഉണ്ട്. പക്ഷേ ഈ നിയോണിൻ്റെ കേസിൽ നമുക്ക് ഈ ട്രെൻഡ് വർക്കൗട്ട് ആവത്തില്ല. നിയോൺ എന്ന് പറയുന്നത് ഒരു എക്സെപ്ഷൻ ആയിരിക്കും. ഇതിൻ്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഫ്ലൂറിൻ്റെ കേസ് തന്നെ നോക്കിക്കേ, ന്യൂക്ലിയസിനോട് ഒരുപാട് ക്ലോസ് ആയിട്ട് ഇലക്ട്രോൺസ് എല്ലാം ഒരു ക്രൗഡഡ് ആയിട്ടാണ് നിൽക്കുന്നത് അല്ലേ? അപ്പം നമ്മൾ ഇനി നിയോൺ എടുത്തു കഴിഞ്ഞാൽ നിയോണിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലെന്ന് പറഞ്ഞാൽ എന്താണ്? കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ്. ന്യൂക്ലിയർ ചാർജ് എന്തായിരിക്കും? ഇനി ഇൻക്രീസ് ചെയ്യും. ഫ്ലൂറിനെക്കാട്ടിലും ന്യൂക്ലിയർ ചാർജ് അവിടെ കൂടുതലായിരിക്കും നിയോൺ എടുക്കുന്ന സമയത്തല്ലേ? അപ്പോൾ എന്ത് ചെയ്യും? ന്യൂക്ലിയസ് കൂടുതലായിട്ടും എന്ത് ചെയ്യും? ഇലക്ട്രോൺസിന് അതിനടുത്തോട്ട് പുള്ള് ചെയ്ത് നിർത്തും. സോ കൂടുതൽ ക്ലോസർ ആയിട്ട് ഔട്ടർ മോസ്റ്റ് ഷെല്ല് വരും. അങ്ങനെ വരുന്ന സമയത്ത് എന്താ പറ്റുക? ഈ ഇലക്ട്രോൺസ് ഒക്കെ ഭയങ്കര ക്രൗഡഡ് ആയിട്ട് ഭയങ്കര ക്ലോസ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത് അല്ലേ? അങ്ങനെ വരുന്ന സമയത്ത് ഇലക്ട്രോണുകൾ അടുത്തടുത്ത് വരും. അപ്പോൾ ഇലക്ട്രോൺ അടുത്ത് വരുമ്പോൾ എന്താ പറ്റുക? സെയിം ചാർജ് എപ്പോഴും എന്താ ചെയ്യുക? റിപ്പൽ ചെയ്യും. സോ ഇലക്ട്രോൺ റിപ്പൾഷൻ ഉണ്ടാവും. അപ്പം ഈ ഇലക്ട്രോൺ റിപ്പൾഷൻ എന്ത് ചെയ്യും? ന്യൂക്ലിയർ ചാർജിൻ്റെ എഫക്റ്റിനെക്കാട്ടിലും ഡോമിനേറ്റ് ചെയ്ത് നിൽക്കും. ഓക്കെ, അങ്ങനെ ഡോമിനേറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? ഫ്ലൂറിനെക്കാട്ടിലും എന്തായിരിക്കും? നിയോണിന് സൈസ് കൂടുതലായിരിക്കും. ആ ഇലക്ട്രോൺ റിപ്പൾഷൻ ആയിരിക്കും നിയോണിൻ്റെ കേസിൽ ന്യൂക്ലിയർ ചാർജിനെക്കാട്ടിലും ഡോമിനേറ്റ് ചെയ്യുന്നത്. സോ ഫ്ലൂറിനെക്കാളിലും സൈസ് എന്തിന് കൂടുതലായിരിക്കും? നിയോണിന് കൂടുതലായിരിക്കും. ഓക്കെ, ട്രെൻഡ് എവിടം വരെ ഫോളോ ചെയ്യത്തുള്ളൂ? അതായത് അറ്റോമിക് സൈസിൻ്റെ ഡിക്രീസിങ് ട്രെൻഡ് ഫ്ലൂറിൻ വരെ ഉണ്ടാകത്തുള്ളൂ. ഫ്ലൂറിൻ കഴിഞ്ഞ് നിയോണിലോട്ട് പോകുമ്പോൾ ആ ട്രെൻഡ് മാറും. നിയോണിൻ്റെ സൈസ് ഫ്ലൂറിനേക്കാളിലും കൂടുതലായിരിക്കും. സോ നിയോൺ എന്ന് പറയുന്നത് ഈ പീരീഡിൽ ഒരു എക്സെപ്ഷൻ ആയിരിക്കും ഈ സൈസിൻ്റെ ട്രെൻഡിൽ. ഓക്കെ, അപ്പം നമ്മൾ
പീരീഡ് 2 എടുക്കുകയാണെങ്കിൽ ഏറ്റവും വലിയ സൈസ് ഉള്ള ആറ്റം, അറ്റോമിക് സൈസ് ഏറ്റവും കൂടുതലായിട്ടുള്ളത് ലിഥിയത്തിനും ഏറ്റവും ചെറിയത് ഫ്ലൂറിനും ആയിരിക്കും. ഓക്കെ, അപ്പം ട്രെൻഡ് അക്രോസ് പീരീഡ് 2 എങ്ങനെയായിരിക്കും? ലിഥിയം ഗ്രേറ്റർ ദാൻ, ബെർലിയം ഗ്രേറ്റർ ദാൻ, ബോറോൺ ഗ്രേറ്റർ ദാൻ, കാർബൺ ഗ്രേറ്റർ ദാൻ നൈട്രജൻ, ഗ്രേറ്റർ ദാൻ ഓക്സിജൻ, ഗ്രേറ്റർ ദാൻ ഫ്ലൂറിൻ. ഇങ്ങനെ ആയിരിക്കും ട്രെൻഡ്. നിയോൺ എഴുതുന്നത് നിയോൺ ഫ്ലൂറിനേക്കാളും സൈസ് വലുതായിരിക്കും. ഓക്കെ, ഇങ്ങനെ ആയിരിക്കും. നിയോൺ ഒരു എക്സെപ്ഷൻ ആയിട്ടായിരിക്കും വരുന്നത്. ഇനി അതേ കണക്ക് തന്നെ നമ്മൾ പീരീഡ് 3 എടുക്കുക. പീരീഡ് 3 വരുന്ന എലമെൻറ്റ്സ് ആരൊക്കെയാണ്? സോഡിയം, മഗ്നീഷ്യം, അലൂമിനിയം, സിലിക്കൺ, ഫോസ്ഫറസ്, സൾഫർ, ക്ലോറിൻ, ആർഗണും വരും. ഓക്കെ, ഇത്രയും എലമെൻറ്റ്സ് ആയിരിക്കും പീരീഡ് 3 വരിക. അപ്പം ഇവിടെ എങ്ങനെയാണ്? പീരീഡ് 3 എന്ന് പറയുമ്പോൾ ഷെൽ നമ്പർ റിമൈൻസ് സെയിം ആയിരിക്കും, നമ്പർ ഓഫ് ഷെൽസ് സെയിം ആയിരിക്കും. 3 ആയിരിക്കും ഇവരുടെ ഷെൽ നമ്പർ എന്ന് പറയുന്നത് എല്ലാവരുടെയും. പക്ഷേ ന്യൂക്ലിയർ ചാർജ് എന്ത് ചെയ്യും? സോഡിയം ടു ക്ലോറിൻ പോകുന്ന സമയത്ത് ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യും. ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യുമ്പോഴത്തേക്കും ഇലക്ട്രോൺസിന്, ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസിന് എന്ത് ചെയ്യും? ന്യൂക്ലിയസ് കൂടുതലായിട്ട് അതിൻ്റെ അടുത്തോട്ട് പുള്ള് ചെയ്ത് നിർത്തും. അങ്ങനെ പുള്ള് ചെയ്ത് നിർത്തുമ്പോൾ എന്ത് പറ്റും? ഔട്ടർ മോസ്റ്റ് ഷെല്ല് ന്യൂക്ലിയസിന് കൂടുതൽ ക്ലോസ് ആയിട്ടിരിക്കും. അറ്റോമിക് സൈസ് എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. സോ പീരീഡ് 3 ഏറ്റവും വലിയ ആറ്റം എന്ന് പറയുന്നത് സോഡിയം ആയിരിക്കും, ഏറ്റവും ചെറിയത് ക്ലോറിൻ ആയിരിക്കും. ഇനി അടുത്ത നെക്സ്റ്റ് വരുന്ന എലമെൻ്റ് ആയിട്ടുള്ള ആർഗൺ, ക്ലോറിന് ശേഷമുള്ള ആർഗൺ ഇനേർട്ട് ഗ്യാസ് ആണ്. അതിൻ്റെ കേസിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ നിയോണിൻ്റെ സിമിലർ ആയിട്ട് തന്നെയായിരിക്കും സംഭവിക്കുന്നത്. അതായത് ന്യൂക്ലിയസിനടുത്തോട്ട് കൂടുതലായിട്ട് ക്ലോസ് ആയിട്ട് ഔട്ടർ മോസ്റ്റ് ഷെല്ല് വരുമ്പോൾ ആർഗണിൻ്റെ കേസിൽ ഔട്ടർ മോസ്റ്റ് ഷെല്ല് കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ്. സോ അവിടെ ഒരു ഇലക്ട്രോൺ ക്ലൗഡ് ഫോം ചെയ്യും. അതായത് ഇലക്ട്രോൺസ് എല്ലാം ഭയങ്കര ക്രൗഡഡ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. ഓക്കെ, ഭയങ്കര ക്ലോസ് ആയിട്ട് ഇരുന്നിട്ട് എന്ത് പറ്റും? ഇലക്ട്രോൺ റിപ്പൽഷൻ സംഭവിക്കും. സോ ഈ ഇലക്ട്രോൺ റിപ്പൽഷൻ ആയിരിക്കും എന്ത് ചെയ്യുന്നത്? ന്യൂക്ലിയർ ചാർജിൻ്റെ ഇഫക്റ്റിനേക്കാളും ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത്. സോ സൈസ് ഓഫ് ആർഗൺ ക്ലോറിനേക്കാട്ടിലും എന്തായിരിക്കും? കൂടുതലായിരിക്കും ആർഗണിൻ്റെ സൈസ് എന്ന് പറയുന്നത്. സോ ഈ പീരീഡ് 3 ആർഗൺ ഒരു എക്സെപ്ഷൻ ആയിരിക്കും. ഓക്കെ, പീരീഡ് എടുത്തു കഴിഞ്ഞാൽ പീരീഡിൽ അറ്റോമിക് സൈസ് എങ്ങനെയായിരിക്കും? അറ്റോമിക് സൈസ് ഡിക്രീസ് ചെയ്യുമായിരിക്കും ചെയ്യുന്നത്. ഒരു പീരീഡ് എടുത്തു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ സെക്കൻഡ് പീരീഡ് പറഞ്ഞപ്പോൾ പറഞ്ഞു ഫ്രം ലിഥിയം ടു ഫ്ലൂറിൻ അറ്റോമിക് സൈസ് ഡിക്രീസ് ചെയ്യുമായിരിക്കും. പക്ഷേ നിയോൺ എന്താണ്? ഒരു എക്സെപ്ഷൻ ആയിരിക്കും. നിയോണിൻ്റെ സൈസ് ഫ്ലൂറിൻ്റെ സൈസിനേക്കാളും കൂടുതലായിരിക്കും. അതേ കണക്ക് തന്നെ നമ്മൾ പീരീഡ് 3 പറഞ്ഞു. പീരീഡ് 3 വരുമ്പോഴത്തേക്കും ഫ്രം സോഡിയം ടു ക്ലോറിൻ സൈസ് എന്താണ്? ഡിക്രീസ് ചെയ്തായിരിക്കും വരുന്നത്. പക്ഷേ ഇനേർട്ട് ഗ്യാസ് ആയിട്ടുള്ള ആർഗൺ വരുമ്പോഴത്തേക്കും അതൊരു എക്സെപ്ഷൻ ആയിരിക്കും. അതെന്തായിരിക്കും? ആർഗണിൻ്റെ സൈസ് ക്ലോറിൻ്റെ സൈസിനേക്കാളും കൂടുതലായിരിക്കും. ഓക്കെ, ഇത് പീരീഡ് 2 പീരീഡ് 3 ഒരു എക്സെപ്ഷൻ ആയിട്ട് വരുന്ന കേസാണ്. അതർവൈസ് എങ്ങനെയായിരിക്കും അറ്റോമിക് സൈസ് അക്രോസ് എ പീരീഡ്, ലെഫ്റ്റ് ടു റൈറ്റ് അക്രോസ് എ പീരീഡ് അറ്റോമിക് സൈസ് എന്തായിരിക്കും ചെയ്യുന്നത്? ഡിക്രീസ് ചെയ്യുമായിരിക്കും ചെയ്യുന്നത്. ഇനി നമുക്ക് ഡൗൺ എ ഗ്രൂപ്പ് ഇതിൻ്റെ ട്രെൻഡ്, അറ്റോമിക് സൈസിൻ്റെ ട്രെൻഡ് എങ്ങനെയായിരിക്കും എന്ന് നോക്കാം. അറ്റോമിക് സൈസ് ഇൻക്രീസസ് ഡൗൺ എ ഗ്രൂപ്പ്. ഒരു ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? വെർട്ടിക്കൽ കോളംസ് ഇൻ എ പീരിയോഡിക് ടേബിൾ ആർ കോൾഡ് ഗ്രൂപ്പ്സ്. ഒരു പീരിയോഡിക് ടേബിളിൽ നമ്മൾ ഡൗൺ പോകുമ്പോൾ വെർട്ടിക്കലി കാണുന്ന കോളംസ് ആയിരിക്കും എന്തെന്ന് പറയുന്നത്? ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അതിൽ അറ്റോമിക് സൈസ് എങ്ങനെയായിരിക്കും? ഇൻക്രീസ് ചെയ്യുമായിരിക്കും ചെയ്യുന്നത്. നമ്മൾ ഡൗൺ എ ഗ്രൂപ്പിൽ പോകുമ്പോൾ നമ്പർ ഓഫ് ഷെൽസ് എങ്ങനെയായിരിക്കും? നമ്പർ ഓഫ് ഷെൽസ് ഇൻക്രീസ് ചെയ്യുമായിരിക്കും. ഓക്കെ, ന്യൂക്ലിയർ ചാർജിൻ്റെ എങ്ങനെയായിരിക്കും? ന്യൂക്ലിയർ ചാർജും ഇൻക്രീസ് ചെയ്യുമായിരിക്കും. കാരണം എന്താണ്? നമ്മൾ ഡൗൺ എ ഗ്രൂപ്പിൽ പോകുന്ന സമയത്ത് എങ്ങനെയായിരിക്കും? അറ്റോമിക് നമ്പർ ഇൻക്രീസ് ചെയ്യും. അറ്റോമിക് നമ്പർ ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ന്യൂക്ലിയസിലുള്ള പ്രോട്ടോൺസ് ഇൻക്രീസ് ചെയ്താൽ ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യും. സോ ഡൗൺ എ ഗ്രൂപ്പിൽ എന്താണ്? ന്യൂക്ലിയർ ചാർജും നമ്പർ ഓഫ് ഷെൽസും ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയായിരിക്കും ട്രെൻഡ് വരുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഗ്രൂപ്പ് 1 എടുക്കുന്നു. ഗ്രൂപ്പ് 1 എലമെൻറ്റ്സ് ആരൊക്കെയാണ്? ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീഷ്യം, ഫ്രാൻസിയം അല്ലേ. അപ്പോൾ ലിഥിയത്തിൻ്റെ കേസിൽ അറ്റോമിക് നമ്പർ 3 ആണ്. സോഡിയത്തിൻ്റെ കേസിൽ അറ്റോമിക് നമ്പർ 11. ഇവരുടെ ഷെൽസ് നോക്കിക്കുക. അറ്റോമിക് നമ്പർ 3 എന്ന് പറയുമ്പോൾ 2-1 അല്ലേ കോൺഫിഗറേഷൻ വരുന്നത്. 2 ഷെൽസ് ആയിരിക്കും ലിഥിയത്തിനുള്ളത്. സോഡിയം എടുത്ത് 11 2-8-1 ആയിരിക്കും കോൺഫിഗറേഷൻ. 3 ഷെൽസ് വന്നപ്പോൾ അല്ലേ അവിടെ. അപ്പോൾ ഷെൽ നമ്പർ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഇനി പൊട്ടാസ്യം എടുത്ത് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും? 2-8-8-1 4 ഷെൽസ് വന്നു അല്ലേ. കോൺഫിഗറേഷൻ 2-8-8-1. അപ്പം 4 ഷെൽസ് വന്നു. അതായത് നമ്പർ ഓഫ് ഷെൽസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അതേ കണക്ക് തന്നെ ന്യൂക്ലിയർ ചാർജിൻ്റെ കേസ് നോക്കിക്കേ. അറ്റോമിക് നമ്പർ 3 ആണ് ലിഥിയത്തിൻ്റെത്. സോഡിയത്തിൻ്റെ കേസിൽ എന്താണ്? അറ്റോമിക് നമ്പർ 11 ആണ് അല്ലേ.
പൊട്ടാസ്യത്തിൻ്റെ കേസിൽ അറ്റോമിക് നമ്പർ 90 മീൻസ് അറ്റോമിക് നമ്പറും എന്ത് ചെയ്യുന്നുണ്ട്, ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അറ്റോമിക് നമ്പർ ഇൻക്രീസ് ചെയ്യുക മീൻസ് നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അതായത് ന്യൂക്ലിയസിലുള്ള പ്രോട്ടോൺസിൻ്റെ നമ്പർ കൂടുന്നുണ്ട് മീൻസ് ന്യൂക്ലിയർ ചാർജും എന്ത് ചെയ്യുന്നുണ്ട്, ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു ന്യൂക്ലിയർ ചാർജും ഇൻക്രീസ് ചെയ്യുവാണ് ഡൗൺ എ ഗ്രൂപ്പിൽ, നമ്പർ ഓഫ് ഷെൽസും എന്താണ്, നമ്പർ ഓഫ് ഷെൽസും ഇൻക്രീസ് ചെയ്യുകയാണ്. അപ്പം ഈ ഒരു കാര്യം വെച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ ഡൗൺ എ ഗ്രൂപ്പിലുള്ള സൈസ് ഡിറ്റർമൈൻ ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മൾ ഡൗൺ എ ഗ്രൂപ്പിൽ പോകുമ്പോൾ നമ്പർ ഓഫ് ഷെൽസ് ഇൻക്രീസ് ചെയ്യുന്നു. സോ നാച്ചുറലി എന്താണ്, സൈസ് ഓഫ് ദ ആറ്റം ഇൻക്രീസ് ചെയ്യാണ്. ബട്ട് ന്യൂക്ലിയർ ചാർജ് അവിടെ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പം അതിൻ്റെ എഫക്റ്റ് എങ്ങനെയാണ് വരുന്നത് നോക്കാം. നമ്മൾ ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യുക. അപ്പം നോർമലി എന്ത് സംഭവിക്കണം, നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഇൻക്രീസ് ചെയ്യണം. അപ്പം ഇലക്ട്രോൺസിനോടുള്ള അട്രാക്ഷൻ കൂടിയിട്ട് ഔട്ടർ മോസ്റ്റ് ഷെൽ എന്ത് ചെയ്യണം, ന്യൂക്ലിയസുമായിട്ട് ക്ലോസറായിട്ട് നിന്നിട്ട് ആറ്റത്തിൻ്റെ സൈസ് കുറയണം. അങ്ങനെ ഒരു കാര്യം സംഭവിക്കണം അല്ലേ. ബട്ട് ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലിഥിയത്തിൽ നിന്ന് സോഡിയത്തിലോട്ട് പോകുമ്പോൾ ഷെല്ല് കൂടുന്നു, ഷെൽ നമ്പർ ഇൻക്രീസ് ചെയ്യുന്നു. അപ്പം ഈ ഇന്നർ ആയിട്ടുള്ള, അതായത് ഔട്ടർ മോസ്റ്റ് ഷെല്ലിനും ന്യൂക്ലിയസിനും ഇടയിലുള്ള ഇന്നർ ഷെൽസ് ഉണ്ടല്ലോ, ഈ ഇന്നർ ഷെൽസ് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ന്യൂക്ലിയസും ഔട്ടർ മോസ്റ്റ് ഷെല്ലും തമ്മിലുള്ള അട്രാക്ഷനെ പ്രിവെൻറ്റ് ചെയ്യും. അതായത് ഈ ഇന്നർ ഷെൽസ് ഒരു ഷീൽഡ് പോലെ ആക്ട് ചെയ്യും. ഒരു ഷീൽഡ് പോലെ ആക്ട് ചെയ്തിട്ട് ന്യൂക്ലിയസും ഔട്ടർ മോസ്റ്റ് ഷെല്ലും തമ്മിലുള്ള അട്രാക്ഷനെ പ്രിവെൻറ്റ് ചെയ്യും. ഓക്കെ, ഈ ഇഫക്റ്റിനെയാണ് നമ്മൾ ഷീൽഡിങ് ഇഫക്റ്റ് എന്ന് വിളിക്കുന്നത്. ഈ ഇഫക്റ്റിനെ നമ്മൾ ഷീൽഡിങ് എഫക്റ്റ് എന്ന് വിളിക്കും. അപ്പം ഇങ്ങനെ പ്രിവെൻറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ന്യൂക്ലിയർ ചാർജിൻ്റെ ഇഫക്റ്റിനെ ആര് ഡോമിനേറ്റ് ചെയ്യും, നമ്പർ ഓഫ് ഷെൽസിൻ്റെ ഇൻക്രീസ് ഓവർവേ ചെയ്യും, ഡോമിനേറ്റ് ചെയ്തു വരും. സോ എന്ത് ചെയ്യും, ഡൗൺ എ ഗ്രൂപ്പ് പോകുന്ന സമയത്ത് സൈസ് ഓഫ് ദ ആറ്റം ഇൻക്രീസ് ചെയ്യും. നമ്മൾ ഫസ്റ്റ് ഗ്രൂപ്പ് എടുത്താൽ അവിടുത്തെ ട്രെൻഡ് എങ്ങനെയായിരിക്കും, ഫസ്റ്റ് ഗ്രൂപ്പ് ആൽക്കലി മെറ്റൽസ് ആണല്ലേ ഫസ്റ്റ് ഗ്രൂപ്പ്. അവരുടെ ഏറ്റവും വലിയ ആറ്റം ആരായിരിക്കും, ഫ്രാൻസിയം ആയിരിക്കും. ഏറ്റവും ചെറുത് ലിഥിയം ആയിരിക്കും. ഇപ്പോൾ ട്രെൻഡ് ലിഥിയം ലെസ് ദാൻ സോഡിയം, ലെസ് ദാൻ പൊട്ടാസ്യം, ലെസ് ദാൻ റുബീഡിയം, ലെസ് ദാൻ സീഷ്യം, ലെസ് ദാൻ ഫ്രാൻസിയം ആയിരിക്കും. ഇങ്ങനെ ആയിരിക്കും ഫസ്റ്റ് ഗ്രൂപ്പിലെ ട്രെൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ എക്സെപ്ഷണൽ കേസസ് ഒന്നുമില്ല. ട്രെൻഡ് കറക്റ്റായിട്ട് തന്നെയാണ് ഫ്രാൻസിയം വരെ ഫോളോ ചെയ്യുന്നത്. ഫ്രം ലിഥിയം ടു ഫ്രാൻസിയം സൈസ് എന്തായിരിക്കും, ഇൻക്രീസ് ചെയ്യുമായിരിക്കും ചെയ്യുന്നത്. ഇനി അതേപോലെ തന്നെ നമ്മൾ ഗ്രൂപ്പ് 2 എടുത്ത്, ഗ്രൂപ്പ് 2 എന്ന് പറയുമ്പോൾ എന്താണ്, ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് ആണ്. ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്. ഓക്കെ, ഇവരാരൊക്കെയാണ്, ബെറിലിയം, മഗ്നീഷ്യം, കാൽഷ്യം, സ്ട്രോൺഷ്യം, ബേരിയം. ഇവരുടെ ട്രെൻഡും എങ്ങനെയായിരിക്കും, ബെറിലിയം ആയിരിക്കും ഇവിടെ ഏറ്റവും ചെറിയ ആറ്റം എന്ന് പറയുന്നത്. ഏറ്റവും വലുതാരായിരിക്കും, ബേരിയം ആയിരിക്കും. ഓക്കെ, ബെറിയം ലെസ് ദാൻ, മഗ്നീഷ്യം ലെസ് ദാൻ, കാൽഷ്യം ലെസ് ദാൻ, സ്ട്രോൺഷ്യം ലെസ് ദാൻ, ബേരിയം. ഇതിൻ്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് ഷെൽസ് ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ബട്ട് ആ ന്യൂക്ലിയർ ചാർജിൻ്റെ എഫക്റ്റിനെ ആര് പ്രിവെൻറ്റ് ചെയ്യും, ആ ഇന്നറായിട്ടുള്ള ഷെൽസ്, ന്യൂക്ലിയസും വാലൻസ് ഷെല്ലും, അതായത് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഉള്ള ഇലക്ട്രോൺസ് തമ്മിലുള്ള അട്രാക്ഷനെ പ്രിവെൻറ്റ് ചെയ്യും. സോ നമ്പർ ഓഫ് ഷെൽസിൻ്റെ ഇൻക്രീസ് എന്ത് ചെയ്യും, ന്യൂക്ലിയർ ചാർജിൻ്റെ എഫക്റ്റിനെ ഓവർവേ ചെയ്തിട്ട് നമ്പർ ഓഫ് ഷെൽസിൻ്റെ എഫക്റ്റ് എന്ത് ചെയ്യും, ഡോമിനേറ്റ് ചെയ്തിട്ട് സൈസ് ഓഫ് ദ ആറ്റം ഡൗൺ എ ഗ്രൂപ്പിൽ ഇൻക്രീസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഹാലജൻസിലും ട്രെൻഡ് സിമിലർ ആയിട്ട് തന്നെയായിരിക്കും വരുന്നത്. ഹാലജൻസിൽ ഏറ്റവും ചെറുതെന്ന് പറയുന്നത് ഫ്ലൂറിൻ ആയിരിക്കും. ഫ്ലൂറിൻ ലെസ് ദാൻ ക്ലോറിൻ, ലെസ് ദാൻ ബ്രോമിൻ, ലെസ് ദാൻ അയഡിൻ, ലെസ് ദാൻ അസ്റ്റാറ്റിൻ. അസ്റ്റാറ്റിൻ ആയിരിക്കും ഏറ്റവും വലിയ ആറ്റവും, ഫ്ലൂറിൻ ആയിരിക്കും ഏറ്റവും ചെറിയ ആറ്റം. ഇപ്പോൾ ഡൗൺ എ ഗ്രൂപ്പിലെ ട്രെൻഡ് എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അറ്റോമിക് സൈസിൻ്റെ കേസിൽ അറ്റോമിക് സൈസ് ഇൻക്രീസസ് ഡൗൺ എ ഗ്രൂപ്പ്. അക്രോസ് എ പീരീഡ് അറ്റോമിക് സൈസ് ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഡൗൺ എ ഗ്രൂപ്പിൽ അറ്റോമിക് സൈസ് ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് അയോൺസിൻ്റെ അറ്റോമിക് സൈസ് എങ്ങനെയായിരിക്കും നോക്കാം. അയോൺസ് എന്ന് വെച്ചാൽ എന്താണ്, അയോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാർജ്ഡ് ആറ്റത്തിനെയാണ് നമ്മൾ അയോൺസ് എന്ന് പറയുന്നത്. ഓക്കെ, ചാർജുള്ള ആറ്റംസ് അങ്ങനെയാണ് അയോൺസ് എന്ന് പറയുന്നത്. അപ്പോൾ അയോൺസ് എങ്ങനെയുണ്ട്, രണ്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട് അല്ലേ. അയോൺസ് നമ്മൾ കാറ്റയോൺസ് എന്നും ആനിയോൺസ് എന്നും തിരിച്ചിട്ടുണ്ട്. അപ്പം കാറ്റയോൺസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരാറ്റത്തിൻ്റെ മുകളിൽ പോസിറ്റീവ് ചാർജാണ്, ഒരാറ്റത്തിന് പോസിറ്റീവ് ചാർജാണുള്ളത് എന്നുണ്ടെങ്കിൽ നമ്മൾ കാറ്റയോൺസ് എന്നും, ഒരു ആറ്റത്തിന് നെഗറ്റീവ് ചാർജാണുള്ളതെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ആനിയോൺസ് എന്നും വിളിക്കും. ഓക്കെ, ഇവരാണ് അയോൺസ് എന്ന് പറയുന്നത്, കാറ്റയോൺസ് ആൻഡ് ആനിയോൺസ്. അപ്പം ഈ ഒരു കാറ്റയോണിൻ്റെ കേസിലും ആനിയോണിൻ്റെ കേസിലും എങ്ങനെയായിരിക്കും അറ്റോമിക് സൈസ് എന്ന് നോക്കാം. അപ്പം ഫസ്റ്റ് നമുക്ക് അറ്റോമിക് സൈസ് ഓഫ് എ കാറ്റയോൺ, ഒരു കാറ്റയോണിൻ്റെ അറ്റോമിക് സൈസ് നോക്കാം. നമ്മളൊരു കാറ്റയോൺ എടുത്തു കഴിഞ്ഞാൽ എപ്പോഴും അതിൻ്റെ
കാറ്റയോണിൻ്റെ കേസിൽ അതിൻ്റെ പേരൻറ്റ് ആറ്റം എന്ന് പറഞ്ഞാൽ എന്താണ്, നോർമലി ചാർജ്ലെസ് ആയിട്ടുള്ള അതിൻ്റെ ആറ്റം, ആ ആറ്റത്തിൻ്റെ സൈസിനേക്കാളിലും സ്മോളർ ആയിരിക്കും എന്തെന്ന് പറയുന്നത്, ഒരു കാറ്റയോണിൻ്റെ സൈസ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ എക്സാമ്പിളായിട്ട് നമുക്കൊരു സോഡിയം ആറ്റം എടുക്കാം. അതാണ് സോഡിയം, ന്യൂട്രൽ സോഡിയം ആറ്റം Na. ഇതെടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് 11 ആണ് അതിൻ്റെ അറ്റോമിക് നമ്പർ അല്ലേ. അപ്പം 11 അറ്റോമിക് നമ്പർ മീൻസ് എന്താണ്, അതിനകത്ത് 11 പ്രോട്ടോൺസ് ഉണ്ടായിരിക്കും. ഓക്കെ, അതേ കണക്ക് തന്നെ നമ്മളൊരു ന്യൂട്രൽ ആറ്റത്തിൻ്റെ കേസിൽ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ന്യൂട്രൽ ആറ്റത്തിന് എന്താണ്, നമ്പർ ഓഫ് പ്രോട്ടോൺസും നമ്പർ ഓഫ് ഇലക്ട്രോൺസും ഈക്വൽ ആയിരിക്കും. സോ 11 പ്രോട്ടോൺസ് ആണെന്നുണ്ടെങ്കിൽ ഇലക്ട്രോണിൻ്റെ നമ്പറും എന്തായിരിക്കും, 11 ആയിരിക്കും. ഓക്കെ, ഇനി ഇതിൻ്റെ കോൺഫിഗറേഷൻ എഴുതി കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും, 2, 8, 1 ആയിരിക്കും ഇതിൻ്റെ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ എത്ര ഷെൽസ് ഉണ്ട്, 3 ഷെൽസ് ഉണ്ടല്ലേ, 3 ഷെൽസ് ഉണ്ട്. ഇനി നമ്മൾ സോഡിയത്തിന് 281 ആണ് കോൺഫിഗറേഷൻ. അപ്പം സോഡിയത്തിന് സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ സോഡിയം എന്ത് ചെയ്യും, സോഡിയത്തിന് ഒരു ഇലക്ട്രോണിനെ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ, ഡൊണേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, ഈസിലി അതിന് സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യാൻ പറ്റും. 2,8 കോൺഫിഗറേഷൻ വന്ന് ഔട്ടർ മോസ്റ്റ് ഷെല്ല് കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിട്ട് അതിന് സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യാൻ പറ്റും. സോ എന്ത് ചെയ്യും, എപ്പോഴും സോഡിയം 1 ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഡൊണേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് ചാർജ് അതിൻ്റെ മുകളിൽ വരുന്ന, പോസിറ്റീവ് ചാർജ് ആയിരിക്കും വരുന്നത്. ഒരു ഇലക്ട്രോണിനെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു പോസിറ്റീവ് ചാർജ് ആയിരിക്കും വരുന്നത്. ഇപ്പോൾ സോഡിയം ഒരു ഇലക്ട്രോണിനെയാണ് വിട്ടുകൊടുക്കുന്നത്. സോ Na+ ആയിട്ട് മാറും. അപ്പം ഒരു ഇലക്ട്രോണിനെ കൊടുത്ത് പ്രോട്ടോൺ നമ്പറിൽ എന്തെങ്കിലും ചേഞ്ച് വന്നോ, ഇല്ല. 11 പ്രോട്ടോൺസ് തന്നെയാണ് അവിടെ ഉള്ളത്. ഇലക്ട്രോൺ എന്ത് ചെയ്തു, ഒന്നിനെ ഡൊണേറ്റ് ചെയ്തു. സോ ഇലക്ട്രോണിൻ്റെ നമ്പർ 1 കുറഞ്ഞു, 10 ഇലക്ട്രോൺസ് ആയിട്ട് മാറി അല്ലേ. അപ്പം ഇതിൻ്റെ കോൺഫിഗറേഷൻ എന്തായിരിക്കും, 2,8 അല്ലേ, 2,8 കോൺഫിഗറേഷനിലോട്ട് വന്നു. അപ്പം ഇവിടുത്തെ കേസ് നോക്കിക്കേ, സോഡിയത്തിൻ്റെ സൈസിനെക്കാട്ടിലും Na എന്ന് പറയുന്ന ന്യൂട്രൽ ആറ്റത്തിൻ്റെ സൈസിനെക്കാട്ടിലും സൈസ് കുറവായിരിക്കും Na+ൻ്റെ സൈസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഇവിടെ 11 പ്രോട്ടോൺസ് ഉണ്ട്. ഓക്കെ, ഈ 11 പ്രോട്ടോൺസ് ഈ 11 ഇലക്ട്രോൺസിനെ ആയിരുന്നു എന്ത് ചെയ്തിരുന്നത്, അട്രാക്റ്റ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ. അപ്പം 11 പ്രോട്ടോൺസിൻ്റെ പവർ യൂസ് ചെയ്തത് 11 ഇലക്ട്രോൺസിനെ അട്രാക്റ്റ് ചെയ്യുമായിരുന്നു ചെയ്തിരുന്നത്. അപ്പം Na+ ആയ സമയത്ത് ഒരു ഇലക്ട്രോൺ കുറഞ്ഞു. സോ ഈ 11 പ്രോട്ടോൺസിന് എന്ത് ചെയ്താൽ മതി, 10 ഇലക്ട്രോൺസിനെ അട്രാക്റ്റ് ചെയ്താൽ മതി അല്ലേ. അപ്പോൾ ആ അട്രാക്ഷൻ എന്തായിരിക്കും, കുറച്ചും കൂടി സ്ട്രോങ്ങർ ആയിരിക്കും. അതായത് 11 പ്രോട്ടോൺസ് കുറച്ചും കൂടി പവർഫുൾ ആയിരിക്കും അല്ലേ. സോ 10 ഇലക്ട്രോൺസിനെ മാത്രം അട്രാക്റ്റ് ചെയ്താൽ മതി, കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ട് അത് അട്രാക്റ്റ് ചെയ്യും അതിനടുത്തോട്ട്. ഓക്കെ, അപ്പം എന്ത് ചെയ്യും, സൈസ് ഓഫ് ദ ആറ്റം എന്ത് ചെയ്യും, ഡിക്രീസ് ചെയ്യും. അതായത് കമ്പയർഡ് ടു സോഡിയം ആറ്റം, സോഡിയം അയോണിൻ്റെ സൈസ് എന്തായിരിക്കും, കുറവായിരിക്കും. കാരണം എന്താണ്, ഈ പ്രോട്ടോൺസിന് 11 പ്രോട്ടോൺസിന് 10 ഇലക്ട്രോൺസിനെ അട്രാക്റ്റ് ചെയ്താൽ മതി. അപ്പോൾ എന്ത് ചെയ്യും, അത് കൂടുതൽ സ്ട്രോങ് ആയിട്ട് അതിൻ്റെ അടുത്തോട്ട് അട്രാക്റ്റ് ചെയ്യും. ഓക്കെ, കുറച്ചും കൂടി പവർഫുള്ളായി അല്ലേ. ഒരു ഇലക്ട്രോണിനെയും കൂടി കുറച്ച് അട്രാക്റ്റ് ചെയ്താൽ മതി. സോ അത് എന്ത് ചെയ്യും, 10 ഇലക്ട്രോൺസിനെ അതിൻ്റെ അടുത്തോട്ട് കൂടുതലായിട്ട് അട്രാക്റ്റ് ചെയ്യും, ആ പവറും കൂടി യൂസ് ചെയ്തിട്ട്. സോ Na+ൻ്റെ സൈസ് എന്ന് പറയുന്നത് Na ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്തായിരിക്കും, കുറവായിരിക്കും. അപ്പം നമ്മളെപ്പോഴും ഒരു കാറ്റയോൺ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സൈസ് എന്ന് പറയുന്നത് അതിൻ്റെ പേരൻറ്റ് ആറ്റവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, അതിൻ്റെ ന്യൂട്രൽ ആറ്റം പേരൻറ്റ് ആറ്റവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറവായിരിക്കും. ഓക്കെ, ഇനി നമുക്കൊരു ആനിയോണിൻ്റെ കേസ് നോക്കാം. ആനിയോൺസ് എന്ന് വെച്ചാൽ എന്താണ്, നെഗറ്റീവ്ലി ചാർജ്ഡ് അയോൺസ് ആണ് ആനിയോൺസ് എന്ന് പറയുന്നത് അല്ലേ. അപ്പം ഒരു ആനിയോൺ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സൈസ് എന്ന് പറയുന്നത് അതിൻ്റെ പേരൻറ്റ് ആറ്റവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്തായിരിക്കും, ബിഗ്ഗർ ആയിരിക്കും. ഓക്കെ, ആനിയോൺ ഹാസ് ബിഗ്ഗർ സൈസ് ദാൻ ദ പേരൻറ്റ് ആറ്റം, പേരൻറ്റ് ആറ്റത്തിനേക്കാളിലും സൈസ് ബിഗ്ഗർ ആയിരിക്കും. അപ്പം നമുക്ക് എക്സാമ്പിളായിട്ട് ക്ലോറിൻ എടുക്കാം. ക്ലോറിൻ അറ്റോമിക് നമ്പർ എത്രയാണ്, 17 ആണല്ലേ, ന്യൂട്രൽ ആറ്റം ആണ്. സോ നമ്പർ ഓഫ് പ്രോട്ടോൺസും നമ്പർ ഓഫ് ഇലക്ട്രോൺസും സെയിം ആയിരിക്കും. അപ്പം 17 പ്രോട്ടോൺസും 17 ഇലക്ട്രോൺസും ആയിരിക്കും എന്തിലുണ്ടായിരിക്കുന്നത്, ക്ലോറിനിലുണ്ടായിരിക്കുന്നത്. ഇനി അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നോക്കിക്കേ, 2, 8, 7 ആയിരിക്കും എന്തെന്ന് പറയുന്നത്, ക്ലോറിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. ഈ ക്ലോറിൻ്റെ കേസ് വരുമ്പം ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഒരു ഇലക്ട്രോണിൻ്റെ കുറവാണുള്ളത്. അതായത് സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യാൻ ഒരു ഇലക്ട്രോണിൻ്റെ കുറവാണുള്ളത്. അപ്പോൾ എന്ത് ചെയ്യും, സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ക്ലോറിൻ ഒരു ഇലക്ട്രോണിനെ ആക്സെപ്റ്റ് ചെയ്യും അല്ലേ. അങ്ങനെ ഒരു ഇലക്ട്രോണിനെ ആക്സെപ്റ്റ് ചെയ്താൽ എന്ത് പറ്റും, ക്ലോറിൻ
Cl- ആയിട്ട് മാറും. അതായത് ഒരു ഇലക്ട്രോൺ എക്സ്ട്രാ വന്നു. ആ എക്സ്ട്രാ ഇലക്ട്രോണാണ് നമ്മളിവിടെ നെഗറ്റീവായിട്ട് കാണിച്ചിരിക്കുന്നത്, Cl- എന്ന്. അപ്പം പ്രോട്ടോൺ നമ്പറിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ? പ്രോട്ടോൺ 17 തന്നെ ആയിരിക്കും. പക്ഷെ എന്ത് ചെയ്തു? ഒരു ഇലക്ട്രോണിന് എക്സ്ട്രാ ആയിട്ട് വാങ്ങിച്ചു. അപ്പം ഇലക്ട്രോണിൻ്റെ നമ്പർ എത്രയായി? 18 ആയിട്ട് മാറി അല്ലേ? 18 ഇലക്ട്രോൺസ് ആയിട്ട് മാറി. ഇപ്പോൾ കോൺഫിഗറേഷൻ എത്രയായി? 2 8 8 മീൻസ് അത് എന്ത് ചെയ്തു? സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്തു. ഒരു ഇലക്ട്രോണിനെ വാങ്ങിച്ച് സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്തു. അപ്പം ഇവിടുത്തെ കേസിലെന്ന് പറഞ്ഞാൽ ന്യൂട്രൽ ആയിട്ടുള്ള ക്ലോറിൻ ആറ്റം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ 17 പ്രോട്ടോൺസ് ആൻഡ് 17 ഇലക്ട്രോൺസ് മീൻസ് ഈ ന്യൂക്ലിയസിലുള്ള 17 പ്രോട്ടോൺസിന് 17 ഇലക്ട്രോൺസിനെ അട്രാക്ട് ചെയ്താൽ മതിയായിരുന്നു അല്ലേ? 17 ഇലക്ട്രോൺസിനെ അട്രാക്ട് ചെയ്താൽ മതിയായിരുന്നു ന്യൂട്രൽ ആറ്റത്തിൻ്റെ കേസിൽ. ക്ലോറൈഡ് അയോൺസിൻ്റെ കേസ് വരുന്ന സമയത്ത് ഈ 17 പ്രോട്ടോൺസിന് 18 ഇലക്ട്രോൺസിന്, അതായത് ഒരു ഇലക്ട്രോണിനും കൂടെ എക്സ്ട്രാ ആയിട്ട് എന്ത് ചെയ്യേണ്ടി വരുന്നുണ്ട്? അട്രാക്ട് ചെയ്യേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ആ അട്രാക്ഷൻ എന്ത് ചെയ്യും? കുറച്ചും കൂടി വീക്കർ ആവും. അതായത് 17 ഇലക്ട്രോൺസിന് 17 ഇലക്ട്രോണിനെ അട്രാക്ട് ചെയ്യാനുള്ള അതേ എഫക്റ്റ് തന്നെ യൂസ് ചെയ്തിട്ട് എന്ത് വേണം? 18 ഇലക്ട്രോണിനെ അട്രാക്ട് ചെയ്യണം. 17 ഇലക്ട്രോണിനെ അട്രാക്ട് ചെയ്ത സ്ഥാനത്ത് 18 ഇലക്ട്രോണിനെ അട്രാക്ട് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യും? ആ അട്രാക്ഷൻ കുറച്ചും കൂടി എന്തായിരിക്കും? വീക്കർ ആയിരിക്കും. സോ സൈസ് ഓഫ് ആനിയോൺ, ക്ലോറൈഡ് ആനിയോൺ എന്ന് പറയുന്നത് സൈസ് ഓഫ് ന്യൂട്രൽ ക്ലോറിൻ ആറ്റത്തെക്കാട്ടിലും എന്തായിരിക്കും? ബിഗർ ആയിരിക്കും. ഓക്കെ, അങ്ങനെ ഈ ഒരു ആനിയോൺ എടുത്തു കഴിഞ്ഞാൽ അതിലുള്ള ചാർജ് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച്, ഇപ്പം 1 നെഗറ്റീവ് ചാർജാണ് ഉള്ളതെങ്കിൽ ഉള്ള സൈസിനേക്കാളിലും കുറവായിരിക്കും, കൂടുതലായിരിക്കും എന്ന് പറയുന്നത് 2 നെഗറ്റീവ് ചാർജ് ആണെന്നുണ്ടെങ്കിൽ. 3 നെഗറ്റീവ് ചാർജ് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? വീണ്ടും സൈസ് കൂടും. അങ്ങനെ ചാർജ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും? ആനിയോൺസ് ബിഗർ ആയിക്കൊണ്ടിരിക്കും. അപ്പം ഓവറോൾ ഒരു ആനിയോൺ എടുത്തു കഴിഞ്ഞാൽ അത് അതിൻ്റെ പേരൻ്റ് ആറ്റവുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ആനിയോണിൻ്റെ സൈസ് പേരൻ്റ് ആറ്റത്തെക്കാളിലും ബിഗർ ആയിരിക്കും. റീസണിൽ പറഞ്ഞാൽ ആനിയോണിൽ എന്ത് ചെയ്യും? നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻക്രീസ് ചെയ്യും, ബട്ട് നമ്പർ ഓഫ് പ്രോട്ടോൺസ് എന്തായിരിക്കും? സെയിം ആയിട്ട് തന്നെ ആയിരിക്കും നിൽക്കുന്നത്. അപ്പം ന്യൂട്രൽ ആറ്റത്തിൽ ഉള്ള പ്രോട്ടോൺസിന് എന്താണ്? അട്രാക്ട് ചെയ്യേണ്ട ഇലക്ട്രോൺസിനേക്കാളിലും നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കൂടുതലായിരിക്കും എന്തെന്ന് പറയുന്നത്? ആനിയോണിലുള്ള ഇലക്ട്രോൺസ് എന്ന് പറയുന്നത്. സോ ഇത്രയും പ്രോട്ടോൺസിന് കൂടുതൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസിന് അട്രാക്ട് ചെയ്യേണ്ടി വരുന്ന സമയത്ത് ആ അട്രാക്ഷൻ എന്തായിരിക്കും? കുറച്ചും കൂടി വീക്കർ ആയിരിക്കും. സോ സൈസ് ഓഫ് ദ ആനിയോൺ എന്തായിരിക്കും? ബിഗർ ആയിരിക്കും കമ്പയർഡ് ടു പേരൻറ്റ് ആറ്റം. ഈ വീഡിയോയിൽ നമ്മൾ അറ്റോമിക് സൈസ് എന്ന് പറയുന്ന പീരിയോഡിക് പ്രോപ്പർട്ടിയാണ് പഠിച്ചത്. അറ്റോമിക് സൈസ് എന്ന് പറഞ്ഞാൽ ഒരു ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിൻ്റെ സെൻറ്റർ തൊട്ട് അതിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ല് വരെയുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ അറ്റോമിക് സൈസ് അല്ലെങ്കിൽ അറ്റോമിക് റേഡിയായി എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി നമ്മളൊരു പീരിയഡ് എടുത്തു കഴിഞ്ഞാൽ അറ്റോമിക് സൈസ് എങ്ങനെയായിരിക്കും? അറ്റോമിക് സൈസ് ഡിക്രീസ് ചെയ്യുമായിരിക്കും ചെയ്യുന്നത്. ഒരു ഗ്രൂപ്പിലാണെങ്കിൽ ഡൗൺ എ ഗ്രൂപ്പിൽ പോകുന്ന സമയത്ത് എങ്ങനെയായിരിക്കും? അറ്റോമിക് സൈസ് ഇൻക്രീസ് ചെയ്യുമായിരിക്കും ചെയ്യുന്നത്. നമ്മൾ കാറ്റയോൺസിൻ്റെയും ആനിയോൺസിൻ്റെയും അറ്റോമിക് സൈസ് പറഞ്ഞു. കാറ്റയോൺസും ആനിയോൺസും എന്ന് പറഞ്ഞാൽ എന്താണ്? ചാർജ്ഡ് ആറ്റംസിനെയാണ് നമ്മൾ കാറ്റയോൺസ് ആനിയോൺസ് എന്ന് പറയുന്നത്. കാറ്റയോൺസ് എന്ന് പറയുമ്പോൾ പോസിറ്റീവ്ലി ചാർജ്ഡ് ആറ്റംസ് ആണ്. പോസിറ്റീവ്ലി ചാർജ്ഡ് ആറ്റംസ് അല്ലെങ്കിൽ കാറ്റയോൺസിൻ്റെ കേസിൽ അതിൻ്റെ പേരൻറ്റ് ആറ്റവുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ സൈസ് എന്തായിരിക്കും? സ്മോളർ ആയിരിക്കും. ഇനി ആനിയോൺസ് നെഗറ്റീവ്ലി ചാർജ്ഡ് ആറ്റംസ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സൈസ് എന്ന് പറയുന്നത് അതിൻ്റെ പേരൻ്റ് ആറ്റം, അതിൻ്റെ ന്യൂട്രൽ ആറ്റവുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ സൈസ് ബിഗർ ആയിരിക്കും. ഓക്കെ, ഗ്രേറ്റർ ആയിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ മെറ്റാലിക് ആൻഡ് നോൺ മെറ്റാലിക് ക്യാരക്ടർ എന്ന് പറയുന്ന പീരിയോഡിക് പ്രോപ്പർട്ടി ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.